ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പല വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുനമ്പം. വഖഫ് ബോർഡിന്റെ ആ ഒരു നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക് BJP ചരിത്രത്തിൽ ആദ്യമായി മുനമ്പം സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലേക്ക് എത്തുകയും അവിടെ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. കാരണം BJPക്ക് നാളിതുവരെ മത്സരിക്കുമ്പോൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രം കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പള്ളിപ്പുറം പഞ്ചായത്ത്. അവിടെ മുൻപ് കഴിഞ്ഞ തവണ ഒരു മെമ്പറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ആ മുനമ്പം, സമരം നടന്ന മുനമ്പത്ത് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്ര നേട്ടം തന്നെയാണ്. കാരണം അവിടെ LDFും UDFും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഇടമാണ്. അവിടെയാണ് BJP വിജയിച്ചിരിക്കുന്നത്. ഒരു വലിയ വിജയം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഷോൺ ജോർജ് രാപകല് കഷ്ടപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന മുനമ്പം എന്ന് പറയേണ്ടി വരും. പക്ഷെ ഈ മുനമ്പം BJPയുടെ അഭിമാനം ഉയർത്തിയില്ലെങ്കിൽ അവർക്ക് വലിയ ആശ്വാസമായി വരുമ്പോൾ അയ്യപ്പൻ അവരെ കൈവിട്ടു എന്നുള്ളത് ദുഃഖകരം തന്നെയാണ്. കാരണം പന്തളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പ പ്രതിഷേധങ്ങളൊക്കെ, അതായത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന പന്തളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെങ്കിൽ ഇത്തവണ പന്തളം മുനിസിപ്പാലിറ്റിയിൽ അവർ തകർന്നടിയുന്നൊരു കാഴ്ചയാണ്. അതായത് മുനമ്പം അവർക്കൊപ്പം നിന്നപ്പോൾ പന്തളം, അതായത് ശബരിമല വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ കത്തിയ ആളെ എണ്ണ പന്തളം അവർ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതായത് ശബരിമല വിഷയം BJP ഒരു കാലത്തും തുണച്ചിട്ടില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ശബരിമലയിലെ സ്ത്രീ പ്രവേശനമായിരുന്നു BJP വലിയ രീതിയിൽ ഉയർത്തിയിരുന്നത്. പക്ഷെ അത് അവരെ തുണച്ചില്ല എന്നത് മാത്രമാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അന്ന് LDFിനെയാണ് അത് തുണച്ചത്. ഇത്തവണയും ശബരിമല വിഷയം, ഈ അമ്പലക്കൊള്ളയൊക്കെ വലിയ രീതിയിൽ എടുത്തു പിടിച്ചു എങ്കിൽ പോലും അത് അത്തരം മേഖലയിൽ ഏറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും അവിടെയും ഭരണം പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഒരിടത്ത് ഭരണം, അതായത് അവർ കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിൽ അവർ വിജയിച്ചു, മുനമ്പത്ത്. കാരണം അവരോടൊപ്പം ആ മുനമ്പം ജനത നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. മറ്റൊരിടത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ മുനമ്പം തീരം തൊട്ടു, മറ്റൊരിടത്ത് അയ്യപ്പൻ കൈവിട്ടു. ന്യൂസ് ഡെസ്ക് മുസ്ലിം.